മക്കളെ, ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? അപ്പോൾ പോവാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഇലക്ട്രിക് കറണ്ട് ആൻഡ് സർക്യൂട്ട്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാറ്ററി, സ്വിച്ചസ്, ബൾബ്, ഇങ്ങനെ കുറേ സിസ്റ്റം, സെൽസ്, ഒരു ബാറ്ററി ഓഫ് സെൽസ്, ഇതെല്ലാം ചേരുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഒരു ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നതിനാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഒരു ടോർച്ചിൽ അല്ലെങ്കിൽ സെല്ലിൽ സർക്യൂട്ട് എന്താണ് പറയുന്നത്, ഓപ്പൺ ആയിരുന്നത് സ്വിച്ച് ഇടുന്ന് ക്ലോസ് ആക്കുന്ന സമയത്ത് കറണ്ട് ഫ്ലോ ഉണ്ടാവുകയും അങ്ങനെ ബൾബ് ഗ്ലോ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് ക്ലോസ്ഡ് പാത്തിലാണ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സർക്യൂട്ട് ബ്രോക്കൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ സ്റ്റോപ്പ് ചെയ്യും. അതിന് ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയും. പിന്നെ എന്താ പറയുന്നത്? ഈ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? എത്ര എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ചെയ്തു ഒരു പർട്ടിക്കുലർ ഏരിയ എന്നുള്ളതാണ്. ഇപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അവിടെ കണ്ടില്ലേ ടോർച്ചിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ ഒക്കെ കണ്ടില്ലേ? ടോർച്ചിലാണെങ്കിൽ എന്താണ്? മെറ്റൽ സ്പ്രിങ്സ് ഉണ്ട്, സെൽസ് ഉണ്ട്, ലാമ്പ് ഉണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട്, ബൾബ് ഉണ്ട്, സ്വിച്ച് കോണ്ടാക്ട്സ് ഉണ്ട്, സ്വിച്ച് ഉണ്ട്. അതിനെ സിംപ്ലിഫൈഡ് സ്കീമാറ്റിക് ഡയഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ഇലക്ട്രിക് ബൾബ് ഉണ്ട്, അമ്മീറ്റർ എന്ന് പറയുന്നത് മെഷർ ചെയ്യാനാണ് കറണ്ട്. ഓക്കെ, ഒരു പ്ലഗ് കീ ഉണ്ട്, സെല്ലുണ്ട്. അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു മെറ്റാലിക് വയറിൽ ഇലക്ട്രോൺസ് ആണ് ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണല്ലോ, ആ ഫ്ലോ ആണല്ലോ എന്താ പറയുക, ഫ്ലോ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അതാണ് കറണ്ട്, ആ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ച സമയത്ത് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായെന്ന് ഈ ഇലക്ട്രിക് ചാർജസ് എന്ന് പറഞ്ഞ ഒരു ഡയറക്ഷനിലൂടെയാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ട് പോസിറ്റീവ് ചാർജ് പോകുന്നു എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. അവിടെ നമുക്ക് പറയാം, വീണ്ടും സർക്യൂട്ടുകൾ എടുക്കുമ്പോൾ കണ്ടില്ലോ, ഇലക്ട്രിക് ബൾബ്, അമ്മീറ്റർ, പ്ലഗ് കീ, അതിൻ്റെ സെല്ലുണ്ട്. അതിൻ്റെ ഒരു കൺവെൻഷണൽ കറണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ എപ്പോഴുണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് തുടങ്ങി ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ എൻഡ് ചെയ്യുന്ന രീതി. ഇലക്ട്രോൺ ഫ്ലോ എങ്ങനെയാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഓക്കെ, അതാണ് ആദ്യം പറയണം. ഇനി നമുക്ക് നെറ്റ് ചാർജ് എന്ന് പറയുന്നത് പെർ യൂണിറ്റ് ടൈം ടി ആണെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമുക്ക് നെറ്റ് ചാർജ് ഉണ്ട്, ക്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ് ചാർജ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ യൂണിറ്റ് ടൈമിൽ ഇവിടെ ഉണ്ട് ഒരു, അതായത് കണ്ടക്ടറിലൂടെ നെറ്റ് ചാർജ് ഫ്ലോ ചെയ്യുന്ന യൂണിറ്റ് ടൈം ടിയിലാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പറയാം കറണ്ട് എന്ന് പറഞ്ഞാൽ ഐ എന്ന് പറയുന്നത് എന്താണ്? ഈസിക്കൽ ക്യൂ ബൈ ടി, അല്ലെങ്കിൽ എന്താ പറയാം, ക്യൂ ഈസിക്കൽ ടു ഐ ടി എന്നും പറയാം. അപ്പോൾ SI യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നതാണ് കൂളം എന്നാണ്, അല്ലേ? അത് ഈക്വലന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 6 × 10⁸ ഇലക്ട്രോൺസിന് ഈക്വൽ ആണ് 1 കൂളം എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻⁹ കൂളം എന്നാണ്. ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംബിയർ ആണ്. അത് കണ്ടുപിടിച്ചത് ആരാണ്? അല്ലെങ്കിൽ നെയിംഡ് ആഫ്റ്റർ ആൻഡ്രെ മേരി ആംബിയർ എന്നുള്ള ഒരു വ്യക്തിയുടെ ഇതിലാണ്. ഓക്കെ, ഫ്രാൻസിൽ ജനിച്ച ഫ്രഞ്ചുകാരനെ മനുഷ്യനായിരുന്നു. 1275 മുതൽ 1736 വരെ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. നമുക്ക് അപ്പോഴേക്കും ഒരു സ്വാഭാവികമായിട്ട് ഒരു പ്രോബ്ലം വരുന്ന കണ്ടോ? അതായത് 1 ആംബിയർ എന്ന് പറയുന്നത് എന്താണ്? ഒരു കൂളം ചാർജ് 1 സെക്കൻഡിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറണ്ടിനെയാണ് 1 ആംബിയർ എന്ന് പറയുന്നത്. സ്മാൾ ക്വാണ്ടിറ്റീസ് ഓഫ് കറണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മില്ലി ആംബിയേഴ്സ് അല്ലെങ്കിൽ മൈക്രോ ആംബിയേഴ്സ്. മില്ലി ആംബിയേഴ്സ് എന്ന് പറഞ്ഞാൽ 10⁻³ ആംബിയർ, മൈക്രോ ആംബിയേഴ്സ് എന്ന് പറഞ്ഞാൽ 10⁻�6 ആംബിയർ. അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിക് മെഷർ ഓഫ് ഇലക്ട്രിക് കറണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അവിടെ അമ്മീറ്ററിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇനി നമ്മൾ എന്താ പറയുന്നത്? ഒരു പ്രോബ്ലം ആദ്യം പറയാം. എന്താണ്? ഒരു കറണ്ട് ഓഫ് 0.5 ആംബിയർ എന്ന് പറയുന്നത് ഒരു ഫിലമെന്റിലൂടെ പോകുന്ന ഇലക്ട്രിക് ബൾബ് വിത്ത് 10 മിനിറ്റ്സ് ആണ്. അപ്പം അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? അപ്പോൾ എന്താ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ്? അപ്പോൾ നമ്മൾ ക്യൂ കണ്ടുപിടിക്കണം. ഐ തന്നിട്ടുണ്ട്, 0.5 ആംബിയർ, ടൈം തന്നിട്ടുണ്ട് 10 മിനിറ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 10 മിനിറ്റിന് ടൈമിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്താണ്? സെക്കൻഡ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 600 സെക്കൻഡ്സ് എന്ന് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് 10 മിനിറ്റ് ഈസിക്കൽ 600 സെക്കൻഡ്സ് എന്ന് കൺവേർട്ട് ചെയ്തത് ക്യൂ ഈസിക്കൽ IT എന്ന് പറഞ്ഞാൽ 0.5 ആംബിയർ 300 സെക്കൻഡ് ഈസിക്കൽ 300 കൂളം എന്ന് ആവും. ചെയ്യാൻ പോകുന്നത് ഫ്ലോ ഓഫ് ചാർജസ് ഇൻസൈഡ് എ വയർ, അല്ലേ? അപ്പം ഒരു സോളിഡ് കണ്ടക്ടറിൽ ആറ്റംസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി പാക്ഡ് ആണ്. പക്ഷേ ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റും, ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റും. കാരണം അതൊരു വാക്യൂം കണ്ടീഷൻ പോലെയാണ് ഇലക്ട്രോൺസിനെ സംബന്ധിച്ചോളം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കറണ്ട് ഫ്ലോ ത്രൂ കണ്ടക്ടർ എന്ന് പറയുന്ന ഒരു ആവറേജ് ഡ്രിഫ്റ്റ് സ്പീഡ്, അതായത് 1 മില്ലിമീറ്റർ/സെക്കൻഡ് ഇൻവേസിലാണ് ഒരു കോപ്പർ വയറിൽ ഫ്ലോ ചെയ്യുന്നെങ്കിൽ ഇലക്ട്രിക് ബൾബ് എന്ന് പറയുന്നത് സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഓൺ ആവുന്നു. അതെന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് നോട്ട് ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ഫ്രം 1 ടെർമിനൽ. ഇത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് 1 ടെർമിനലിൽ നിന്ന് അതർ ടെർമിനലിലേക്ക് പോകുന്നത് കൊണ്ട് അല്ല. മനസ്സിലായില്ലേ? കാരണം
അപ്പോൾ ചാർജിൻ്റെ ഫ്ലോ കൊണ്ടാണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഇലക്ട്രിക് ചാർജസ് എന്ന് പറയുന്നത് ഒരു മെറ്റാലിക് കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല. അവിടെയാണെങ്കിൽ ഗ്രാവിറ്റിക്ക് ഒരു റോളും ഇല്ല. ഓക്കെ, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഇലക്ട്രിക് പ്രഷറിൽ മാത്രം പോകുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മാത്രം പോകുന്ന ഒരു സംഭവമാണ്. അവിടെ കണ്ടില്ലേ, പോസിറ്റീവ് ടു നെഗറ്റീവിലോട്ട്, അതായത് ഹൈ പൊട്ടൻഷ്യൽ റീജിയനിൽ ലോ പൊട്ടൻഷ്യൽ റീജിയനിലോട്ടാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ആ ചാർജിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ ഒരു ഫ്ലോ ആയിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കറണ്ട് എന്ന് പറയാൻ പറ്റുന്നത്. അതാണ് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. കെമിക്കൽ ആക്ഷൻ വിത്തിൻ എ സെൽ ഓർ ബാറ്ററിയാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബോത്ത് ടെർമിനൽസിൽ. അപ്പോൾ കറണ്ട് സ്വീകരിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്. ഓക്കെ, സെല്ല് കണക്ട് ചെയ്ത് കണ്ടക്ടറിംഗ് സർക്യൂട്ട് കണക്ട് ചെയ്യുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതിനെ സെറ്റ് ചെയ്യുകയും അതൊരു കറണ്ട് ഫ്ലോയെ റിസൾട്ട് ചെയ്യുകയും ചെയ്യുന്നത് ഡ്യൂ ടു ദ കെമിക്കൽ എനർജി സ്റ്റോർഡ് ഇൻ ഇറ്റ്. ഇനി നമ്മൾ എന്താ പറയുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ ചെയ്യുന്നതാണ്. എന്താണ്, ഒരു യൂണിറ്റ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വർക്ക് ഡണ്ണിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വി എന്ന് പറയുന്നത് രണ്ട് പോയിന്റിന് ഇടയ്ക്ക് എന്ന് പറയുന്നത് ഇപ്പം വർക്ക് ഡൺ ബൈ ചാർജ് എന്നുള്ളതാണ്. അതായത് വി ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ, അല്ലെങ്കിൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വി ക്യൂ എന്നാണ്. എസ് ഐ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്, വോൾട്ട് ആണ്. നെയിംഡ് ആഫ്റ്റർ അലക്സാൻഡ്രോ വോൾട്ടയാണ്, ഇറ്റാലിയക്കാരനാണ്. 1745 മുതൽ 1827 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഹൈ പൊട്ടൻഷ്യൽ റീജിയനിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ റീജിയനിലോട്ടാണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, അടുത്ത നമ്മൾ എന്താ പറയുന്നത്, 1 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. പിന്നെ 1 ജൂൾ ഓഫ് വർക്ക് ഡൺ ഫോർ 1 കൂളം ചാർജ് ഫ്രം 1 പോയിന്റ് ടു അനദർ എന്ന് പറയുന്നു. അതായത് therefore 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 ജൂൾ പെർ 1 കൂളം, അല്ലെങ്കിൽ 1 വോൾട്ട് എന്ന് പറഞ്ഞാൽ 1 ജൂൾ കൂളം ഇൻവേഴ്സ് എന്ന് നമുക്ക് പറയാം. ഡിസ്കസ് ചെയ്യാനുള്ള എന്താണ്, ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഓഫ് 2 കൂളം അക്രോസ് 2 പോയിന്റ്സ് ഹാവിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 12 വോൾട്ട്. അപ്പോൾ അവിടെ എന്താണ്, നമുക്ക് ചാർജ് തന്നിട്ടുണ്ട് 2 കൂളം എന്ന്, അതുപോലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് 12 വോൾട്ട്. അങ്ങനെ നമ്മൾ വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ എമൗണ്ട് ഓഫ് ചാർജ് ക്യൂ എന്ന് പറഞ്ഞാൽ 2 കൂളമാണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് ആണ്. അപ്പോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഡബ്ല്യു ഇസിക്കറ്റ് വി ഇൻറ്റു ക്യൂ. അപ്പോൾ 12 വോൾട്ട് ഇൻറ്റു 12 കൂളം ഇസിക്കറ്റ് 24 ജൂൾ എന്ന് കിട്ടും. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഓഫ് സർക്യൂട്ട് ഡയഗ്രാം ആണ് പറയുന്നത്. ഓക്കെ, കൺവെൻഷണൽ സിമ്പിൾസ് ഓഫ് സം കോമൺലി യൂസ്ഡ് കമ്പോണൻസ് ഇൻ എ സർക്യൂട്ട് ഡയഗ്രാം. അതായത് ചില സർക്യൂട്ട് ഡയഗ്രാമുകളിൽ ഉപയോഗിക്കുന്ന കൺവെൻഷണൽ സിമ്പിൾസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഒരു ഇലക്ട്രിക് സെല്ല് എങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലായിട്ട് കാണിക്കും, ഒരു ബാറ്ററി അതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് കാണിക്കുന്നു, പ്ലഗ് കീ അല്ലെങ്കിൽ ഓപ്പൺ സ്വിച്ച് കാണിക്കുന്നുണ്ട്, 2 ആരോ ഒരു വര. പ്ലഗ് കീ ഓർ സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ എന്താണ്, നടുക്കൊരു ഡോട്ട് വരും. വയർ ജോയിൻസിന് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ജോയിൻ പോയിന്റിൽ ഒരു ഡോട്ട് ഇടുന്നു. വയർ ക്രോസിങ് വിത്തൗട്ട് ജോയിനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ആർക്ക് ഇട്ട് കാണിക്കുന്നത്. ഇലക്ട്രിക് ബൾബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, അതായത് ആ ഫിലമെൻറ്റിൻ്റെ ഇത് വെച്ച് ഫിലമെൻറ്റിൻ്റെ വര കാണിക്കുന്ന സ്ട്രക്ചർ. റെസിസ്റ്ററിന് ഒരു ഇതുണ്ട്, വേരിയബിൾ റെസിസ്റ്ററിനാകുമ്പോൾ ആ റെസിസ്റ്ററിലോട്ട് ഒരു ക്രോസ് ആരോ കൊടുക്കുന്നു. ഓക്കെ, അമ്മീറ്റർ ആണെങ്കിൽ ഇതിൽ റൗണ്ട് ഇതിൽ എ എന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കാണിക്കുന്നു. വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു റൗണ്ട് സാധനത്തിൽ വി എന്നിട്ട് റൗണ്ട് സിമ്പിളിൽ വി എന്നിട്ടിട്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് കാണിക്കുന്നു. ഓക്കെ, ഇനി നമുക്കൊരു സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. നിക്രോം വയറാണ്, XY ആണ്, അതിന് 0.5 മീറ്റർ ലെന്താണുള്ളത്. മീറ്റർ വോൾട്ട് മീറ്റർ 4 സെൽസ് ഓഫ് 1.5 വോൾട്ട് ഈച്ച്. അപ്പോൾ നിക്രോം എന്ന് പറഞ്ഞൊരു അലോയ് ആണ്, എന്തിൻ്റെയൊക്കെ, നിക്കൽ, ക്രോമിയം, മാംഗനീസ് ആൻഡ് അയണിൻ്റെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു അലോയ് ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് മെറ്റൽസ് ആണ് അല്ലേ. Ni എന്ന് പറഞ്ഞാൽ നിക്കലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, Cr എന്ന് പറഞ്ഞാൽ ക്രോമിയത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, Mn എന്ന് പറഞ്ഞാൽ മാംഗനീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതിൻ്റെ Fe എന്ന് പറഞ്ഞാൽ അയണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സിമ്പിൾസ് അറിയാത്ത കുട്ടികൾ അത് നോട്ട് ചെയ്ത് വെച്ചോ. ഇനി യൂസിങ് 1 സെൽ, ഒരു സെൽ ഉപയോഗിച്ച് നമ്മൾ അമ്മീറ്റർ റീഡിങ് എന്ന് പറയുന്ന I ഫോർ കറണ്ട് ആൻഡ് വോൾട്ട് മീറ്റർ റീഡിങ് V ഫോർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് നിക്രോം വയർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് പറ്റും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഓംസ് ലോ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. ഈ റിപ്പീറ്റ് ചെയ്യണം, ഇത് 2, 3, 4 സെൽസ് വെച്ച് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഒരു സർക്യൂട്ട് റെപ്രസെൻറ്റേഷൻ കാണിക്കുന്നുണ്ട്, ഇലക്ട്രിക് സർക്യൂട്ട് ഫോർ സ്റ്റഡിങ് ഓംസ് ലോ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്പർ ഓഫ് സെൽസ് യൂസ് ആകുമ്പോൾ കറണ്ട് ത്രൂ ഇറ്റും പൊട്ടൻഷ്യലും കൂടെ നമുക്ക് നോക്കുമ്പോൾ ഒരു എന്താണ് പറയുന്നത്, അപ്പോൾ V/I എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ അതിന് എന്തോ ഒരു പ്രൊഫഷണാലിറ്റി ഉണ്ട്, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു, ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി ഓംസ് ലോയെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ മക്കളെ എല്ലാവരും നോട്ട്സൊക്കെ എഴുതുന്ന ലെവലായിട്ട് സെറ്റിലായിട്ട് ഇരിക്കുക. അപ്പോൾ ഓക്കെ, ഹാവ് എ നൈസ് ഡേ, സീ യു ടുമോറോ.